എനിക്ക് ഇവള് ക്ലാസ്സിലോട്ട് പെട്ടെന്ന് കയറി വന്നപ്പോ എനിക്കൊരു ക്രഷ് തോന്നിയിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഈ തട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോ എനിക്ക് ഇല്ല ട്രോള് വരും. ഇല്ല നല്ല രസമുണ്ടല്ലോ കാണാൻ, ഞാൻ ഉള്ളുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നീട് അവളോട് പറയണ്ടായി. എനിക്കും ക്രഷ് തോന്നിയിരുന്നു കേട്ടോ. അതായത് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബോൾഡാണ്, ഭയങ്കര എല്ലാ ഓപ്പൺ ആയിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ എനിക്ക് ക്രഷ് തോന്നി. ഒരേ ടൈമിൽ തന്നെ അത് തോന്നി. ഞങ്ങള് മിങ്കിൾ ആവാൻ ടൈം എടുത്ത്. +1 വന്നെങ്കിലും എൻഡിലോട്ടായപ്പോഴാണ് ഒന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിയതും അങ്ങനെയൊക്കെ. ഓക്കെ, ആദ്യം ആരാണ് ആക്ച്വലി യെസ് ഐ ലൈക്ക് യു അല്ലെ കൈൻഡ് ഓഫ് ഹാവ് ദാറ്റ് ഫീലിംഗ് കോൾഡ് ലവ് ടു യു എന്ന് തോന്നിയത് എന്ന് പറഞ്ഞത് ആരാണ്? അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട്ഫുൾ, ആരാ പറഞ്ഞത്? ശരിക്കും നമ്മൾ അങ്ങനെ ഇഷ്ടമാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളിൽ ഒരാളൊരാണായിരുന്നെങ്കിൽ ഒരു പെണ്ണായിരുന്നെങ്കിൽ. അല്ല ഓൾറെഡി പെണ്ണാണല്ലോ, ആണോ പെണ്ണാ ഉദ്ദേശിച്ചത് ഹെറ്ററോസെക്ഷൽ രണ്ടുപേരും ഓക്കെ ഡിഫറെന്റ് ഇതായിരുന്നെങ്കിൽ, ജെൻഡർ ആയിരുന്നെങ്കിൽ. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോ ഫാമിലി ഫ്രണ്ട്സ് ആണ്, മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആണ്, കുഴപ്പമില്ല, നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മാരേജ് ചെയ്യാറുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവളും എനിക്കും അങ്ങനെ തോന്നി. അങ്ങനെയാണ് പിന്നെ നമ്മൾ ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ആക്കിയത്. പിന്നെ അത് ഗ്രാജുവലി ഒരു ഫ്ലോയിൽ ഡെവലപ്പ് ചെയ്ത് ഫൈനലി ഡിസൈഡ് ചെയ്തു, ഓക്കെ ഈ വ്യക്തി ഇല്ലാതെ അല്ലേ അതിലില്ലാതെ എനിക്ക് പറ്റില്ല, ഇല്ലാതെ പറ്റില്ല എന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് നിങ്ങൾ ബാക്കി ഈ ഒരു വലിയ പ്രോസസ്സിലൂടെ കടന്ന് ഇവിടെ വളരെ ഹാപ്പി ആയിട്ട് അല്ലേ വീക്കെൻഡൊക്കെ ചില്ല് ചെയ്ത് യോയോയായിട്ട് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പലർക്കും ഇപ്പൊ ലെസ്ബിയൻ കപ്പിൾസ് ആണെങ്കിലും ഗേ കപ്പിൾസ് ആണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നത്, അപ്പൊ ഗേ കപ്പിൾസിന് കുറച്ചും കൂടെ ഫൈനാണ് അക്സെപ്റ്റൻസ് കിട്ടാൻ എന്ന് ഇങ്ങനെ പലരും ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു ലെസ്ബിയൻസ് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ടോ, തോന്നിയിട്ടുണ്ടോ? acceptance is like same only എനിക്ക് തോന്നിയത്. ഇൻ ദ മാറ്റർ ഓഫ് ലെസ്ബിയൻ ആവട്ടെ ഗേ ആവട്ടെ ആരാവട്ടെ ആക്സെപ്റ്റൻസ് ഇസ് സെയിം ഓൺലി. വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പാരന്റ്സ് എത്ര ലിബറൽ ആണോ അത്ര അതുപോലെ കുറച്ചും കൂടെ ഒരു പ്രശ്നം ഉണ്ടാവാം എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആവട്ടെ ആരാവട്ടെ, മുസ്ലിംസ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര ടഫ് ആയിരിക്കും ആ ഒരു ജേർണി, ടഫ് ആൻഡ് റഫ്. പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ടോ, ആൾക്കാരുടെ ഡൗട്ട്സ് ഉണ്ടാവില്ല, ഇപ്പം മെസ്സേജ് ആയിട്ടും വരാല്ല കാണുമ്പോഴായിട്ടും ഇപ്പം ലെസ്ബിയൻസ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും ആ ഒരു ലൈക്ക് ആൾക്കാരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു കൗതുകം ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഹൗ ഇറ്റ് വിൽ ബി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ യു ആക്ച്വലി അതിന് റിയാക്ട് ചെയ്യുന്നത് അവരെ വളരെ അതിൻ്റെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത്, അതോ എങ്ങനെയത് മനസ്സിലാക്കാൻ ശ്രമിക്കും, മനസ്സിലാവാത്തവരെ നമ്മൾ അല്ലാത്ത രീതിയിൽ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അതായത് ചിലര് ഒരു വൾഗർ രീതിക്ക് ചോദിച്ചു വരും. ഫേക്ക് അക്കൗണ്ട് എന്ന് വരുന്നത് നമുക്ക് പിന്നെ ഊഹിക്കാമല്ലോ ഏത് രീതിക്കായിരിക്കും അവര് ചോദിക്കാന്നുള്ളത്. അതിന് ഞങ്ങളിപ്പോ ചിലത് ഇഗ്നോർ ചെയ്യലുണ്ട്, കാരണം നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നവരുണ്ട്, നമുക്കറിയാം പോത്തിനോട് വേദം ഒത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടും. പിന്നെ ചിലത് നമ്മൾ ഇടക്കൊന്ന് ട്രിഗറായി പോകും, മനുഷ്യരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ലൈക്ക് അങ്ങനെ വന്ന ഒരു ചോദ്യം അല്ലെ എന്തായിരിക്കാം, അങ്ങനെ വളരെയധികം നമ്മളെ അത്ര സുഖകരമല്ലാത്ത ഒരു റിപ്ലൈ. ഫോർ എക്സാമ്പിൾ നിങ്ങളെ രണ്ടുപേരെ ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വരൂലേ, ആസ് ഇഫ് നമ്മളെന്തോ ഒരു ആണുങ്ങളെ ഡിപ്പെൻഡൻസി ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നേ. അതൊക്കെ കുറച്ചൊരു ഈ സെക്ഷലി അങ്ങനത്തെ രീതിക്ക് ചോദിക്കലുണ്ട്. ആക്ച്വലി അവർക്ക് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷെ അത് അവരെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഞങ്ങളല്ലല്ലോ, അതിന് വേറെ പല വേഗം അവർ കണ്ടെത്തണം എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുക. അതിപ്പോ ഞാൻ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാണ്. അവര് നോക്കുമ്പോൾ നിങ്ങൾ ഗേൾസ് ആണ്, സോ ജസ്റ്റ് ഹിറ്റ് ചെയ്ത് നോക്കുന്നു എന്നുള്ളത്. പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ എക്സാക്ട് കാര്യം എന്താണ് എന്നുള്ളത്. ഇപ്പൊ സെക്സ് എങ്ങനെയാന്ന് ചോദിക്കുന്നത്, സെക്സ് പറഞ്ഞാൽ അത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എങ്ങനെയാ പ്ലഷർ കിട്ടുക എന്നുള്ളത്. അപ്പൊ അത് ഓരോരുത്തരുടെ സ്വകാര്യതയാണ്, ഞങ്ങളുടെ പ്രൈവസിയാണ്. ഞങ്ങൾക്ക് പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു ഞങ്ങൾക്ക് നീഡ് തോന്നിയിട്ടില്ല, ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, ഇല്ല. അപ്പോ ഇതിപ്പോ ഞങ്ങള് അവരോട് പോയിട്ട് എങ്ങനെയാ ചെയ്യുന്നേ അങ്ങനെ വെച്ചിരിക്കുന്നില്ല, നമുക്ക് വേണ്ട, താല്പര്യമില്ല. അപ്പൊ നമ്മൾ അതിനോട് കൂടുതൽ പറയലില്ല. അല്ലെങ്കിൽ നോർമൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരു കപ്പിൾസ് അവരോട് നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ല, നാട്ടുകാർ കൂടി വീടിന്റെ മുറ്റത്തൊന്നും ചോദിക്കില്ലല്ലോ. കോമൺ തിങ് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങളുടെ ആക്ച്വലി ലവ് ലൈഫിലെ ഇപ്പം പലരും പറയണ്ട ഒരാൾ ചിലപ്പോൾ
ബോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ദ ആക്ട് ലൈക്ക്, ഞാൻ ചിലപ്പോൾ കിട്ടുന്നത് ദ ആക്ട് ലൈക്ക് എ ഗേൾ, ദ അതർ വൺ വിൽ ആക്ട് ലൈക്ക് എ ഗൈ എന്ന് ഇറ്റ് ഹാപ്പൻസ് ആവാം. എന്നിട്ട് ഇപ്പോൾ ആ ഒരു ഗൈനെ പോലെ ബിഹേവ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ ഒരു ട്രാൻസ്മെനും ആവാൻ ചാൻസസ് ആർ ഹൈ. ഡോണ്ട് നോ, ഇറ്റ് ഡിപ്പെൻസ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഇങ്ങനത്തെ കുറെ കമന്റ്സ് വരാറുണ്ട്. അത് ആക്ച്വലി ഡൗട്ട് കൂടാണ്. ഇവളെ ആണായിട്ടാ കാണലും കൂടെ, ഞാനാണ് ഇവള് പെണ്ണ്, അങ്ങനെയാണ്. ഞാൻ ഈ മുടി വെട്ടിയത് കൊണ്ട് മുടി മാത്രല്ല ഇവളെ ഒരു ക്യാരക്ടർ ഇവള് ഭയങ്കര ബോൾഡ് ആണ്. എല്ലാം ഓപ്പൺലി കാണാൻ ഓക്കെ, കാണുമ്പോ ഭയങ്കര ബോൾഡ് ആണ് ഭയങ്കര. പക്ഷെ ആളൊരു പിഞ്ച് കുഞ്ഞിന്റെ മനസ്സ്. അത് വകയും നമ്മുടെ സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംസാരിക്കുന്ന ആൾക്കാർ ബോൾഡ് ആണെന്നുള്ളത്. അതല്ലാതെ എനിക്കറിയത്തുള്ളൂ. കാരണം ഞാൻ ബോൾഡ് ആണ്, എനിക്ക് സംസാരിക്കാൻ അറിയാം, ഓക്കെ. പക്ഷേ ഞാൻ ഇമോഷണലി കുറച്ച് വീക്ക്, ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പാ. പക്ഷെ ഇവള് എന്ന് പറഞ്ഞാൽ ഇവള് സംസാരിക്കുകയാണെങ്കിൽ പോയി ഞാൻ വളവളാന്ന് സംസാരിക്കും, ഇവള് പോയിന്റേ സംസാരിക്കുള്ളൂ. ഹിറ്റ് ചെയ്ത് കറക്റ്റ് നോക്കി കൊടുത്തോളൂ. സ്പൈക്സ് സംസാരിക്കും, സ്പൈക്ക് പോയിന്റ്സ് സംസാരിക്കും. പക്ഷെ ഇവള് കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് ആണ്. അപ്പൊ ആൾക്കാര് വിലയിരുത്തുന്ന ഇപ്പൊ ഒരാള് നല്ല ബോൾഡായിട്ട് സംസാരിച്ചാല് അവരൊരാണായിട്ടോ, അല്ലെങ്കിൽ ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത അവരൊരാണായിട്ടോ. ആക്ച്വലി എങ്ങനെ അങ്ങനെ നമ്മള് ജെൻഡർ പറയാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വലിയ മുടിയല്ലേ ഇതിപ്പോ കോൺട്രവേഴ്സി ആവുന്ന എനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. എന്റെ പൊന്നെ, റിലീജിയൻ ഹാം ചെയ്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് ചിലപ്പോൾ ആ ലുക്ക് വൈസ് ആയിരിക്കും പലരും നോക്കുന്നതായിരിക്കും അല്ലേ. ഇപ്പൊ എത്ര പെൺകുട്ടികള് ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എത്ര ആൺകുട്ടികൾ ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും പോയി പെണ്ണ് കാണുന്ന കാറ്റഗറൈസ് ചെയ്ത് വിളിക്കോ? നമ്മള് ഗ്രോസറി ഒക്കെ വാങ്ങാൻ പോകുമ്പോ ഷോർട്ട് ഹെയർസ് ഉള്ള ഗേളിനെ കാണാൻ അവളോട് പറയുന്നത് നോക്കി എന്നെ പോലെ ഒരാണ് കാണുന്നത്. ഇവരാ, അതായത് നമ്മള് കമന്റോടുള്ള ട്രോള് കാണും നമ്മുടെ ഇടയില്. വെറുതെ അവരെ വിളിക്കില്ല, നമ്മളെ വിളിക്കത്തുള്ളൂ. കണ്ട് കണ്ട് നമുക്കിപ്പോ ശീലായി. ചിരിയ അവർക്ക് ഇവളുടെ ബോഡി കിട്ടിയാൽ മതി. ഇപ്പൊ ആക്സിഡന്റ് ആക്കിയിട്ട് കിഡ്നാപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വരുത്തിയിട്ട് ഇതാക്കുകയാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല. അവർ പച്ചയ്ക്ക് പറഞ്ഞതാ, ഇവളുടെ ബോഡി കിട്ടിയാൽ മതി, ആൾ എൻ്റെ കൂടെ ഒന്ന് നിന്നാ മതി. അപ്പൊ ആ കുട്ടി വന്ന് നമ്മളോട് എങ്ങനെ മിങ്കിൾ ചെയ്ത്, അപ്പൊ നമ്മൾ നോക്കുമ്പോ ആ കുട്ടി ഒളിച്ചോടി പോയിട്ട് മാരേജ് ചെയ്തതാ, വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഒളിച്ചോടി പോയതാണ്. അപ്പൊ വീട്ടുകാരെ ഇതില്ല. അപ്പൊ നോക്കുമ്പോ അത്യാവശ്യം സെയിം അങ്ങനത്തെ ഒരു ഇത്. ആ കൊച്ചിനെ വേറെ, ഞങ്ങൾ അറിഞ്ഞാട് വേറെ സ്ഥലത്ത് പോയി, വൃത്തിക്ക് അറിഞ്ഞു, വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പറയാ, അതായത് ഇവര് എന്ത് ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നത്, പിന്നെ ബാഡ് വേ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് വേറെ ആൾക്കാരോട് പോയി കൺവേ ചെയ്യുന്നത്. അതിലാട് ഉള്ളം കയ്യിലാണ് നൂറാന്ന്. ഇവളാണ് ഭരിക്കുന്നത്, ഇവളാണ് എൻ്റെ എല്ലാ കാര്യവും ചെയ്യുന്നത്, ഞാനൊരു പാവം ഒരു കോർണറിൽ ഇരിക്കുന്ന ഒരു പെണ്ണ്, അങ്ങനെയൊക്കെ പോയിട്ടാ പറയുന്നേ. നമുക്ക് മനസ്സിലായി നമ്മൾ ഇന്ന് കാണുന്നവരായിരിക്കില്ല നാളെ കാണുന്നേ. ആൾക്കാരെപ്പം വേണമെങ്കിലും ചേഞ്ച് ആവും. സോ നമ്മൾക്ക് അത്രക്കും ജെനുവിൻ ആണെന്ന് തോന്നിയ ആൾക്കാർ മാത്രം, ഞങ്ങൾക്ക് രണ്ട് പേരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറെ കട്ട് ഓഫ് ചെയ്ത്, കുറെ കട്ട്, ടോക്സിക് ആയിട്ടുള്ള ട്രസ്റ്റബിൾ അല്ലാത്ത ആൾക്കാരെ കട്ട് ചെയ്ത്, അത്രേ ഉള്ളൂ.